സഹോദരന്മാരെ, ദൈവസാമത്തിൽ കൃപയുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒരു പ്രഭാതം കൂടി നമുക്ക് ഒത്തുചേരാൻ സാധിച്ചെന്നുള്ളത് ദൈവത്തിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ നന്മകൾക്കും കാരണമായി തീർന്ന നമ്മുടെ കർത്താവായ മിശിഹാ തമ്പുരാൻ്റെ കൃപയും സ്നേഹവും സമാധാനവും നമ്മളിൽ വർഷിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എൻ്റെ വചനം പങ്കുവയ്ക്കുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ലൈക്കൊക്കെ അടിക്കണേ താല്പര്യമെങ്കിൽ. അങ്ങനെ നമ്മൾ ഓരോരോ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് എന്താ പറയാൻ പോകുന്നതെന്നറിയാമോ? ഹെബ്രായർക്ക് എഴുതിയ സുവിശേഷമാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. 3:6 മുതലുള്ള തിരുവചനങ്ങളും എബ്രായർ 4 മുതൽ 11 വരെയുള്ളത് നമ്മളിന്ന് വായിക്കും. ഇത് വിശുദ്ധരെ പറ്റിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞത്. ഇന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ പോയില്ല. നമ്മൾ മാറി വരാം. പുതിയ നിയമം നമുക്ക് വേണമല്ലോ, അതാണല്ലോ അത്യാവശ്യം. ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം അത് തന്നെയാണല്ലോ. കർത്താവ് ഈശോമിശിഹായുടെ വരവിൻ്റെ സമയം എടുത്തിരിക്കുന്നതിൻ്റെയും പ്രത്യാഘാതങ്ങളൊക്കെ ഭൂമിയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു, ഭൂമിയിലും ആകാശത്തും ഒക്കെ. അപ്പം നമ്മളതിൻ്റെ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളത് അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. പോരായ്മകളൊക്കെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇത് ഹെബ്രായർ 3:1 മുതൽ 6 വരെയുള്ള തിരുവചനം. ഹെബ്രായർ 3:1 മുതലുള്ള 6 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗീയ വിളിയിൽ പങ്കാളിയായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കാൻ മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിയുന്നവൻ വീടിനേക്കാൾ പ്രധാനമറിയിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയുമാണ്. ആത്മധൈര്യവും പ്രത്യാശയുമുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ആരുടെ ഭവനമായിരിക്കും? കർത്താവിൻ്റെ ഭവനം. കർത്താവിന് വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലല്ലേ? കർത്താവ് നമ്മുടെ ശരീരത്തിലല്ലേ വസിക്കുന്നത്? അപ്പം നമ്മൾ ആ ഭവനം എങ്ങനെയുള്ളതാക്കി തീർക്കണം? വിശുദ്ധിയുള്ളതാക്കി തീർക്കണം. മോശയേക്കാൾ ശ്രേഷ്ഠനായിരുന്നു നമ്മുടെ കർത്താവ് യേശുമിശിഹ. ഞാനൊരിക്കൽ പറഞ്ഞില്ലേ, പഴയ നിയമത്തിലൊരിക്കൽ പറഞ്ഞില്ലേ, പിന്നെ പ്രവാചകന്മാരിൽ യേശു ശ്രേഷ്ഠനായത് ആരാണെന്ന് ചോദിച്ചപ്പം വേറെ ആരുടെ പേരാ പറഞ്ഞു. ആരെന്നറിയാവോ? യോനയാന്ന്. യോന പ്രവാചനാണ് ഏറ്റവും ശ്രേഷ്ഠനായത്. അത്രയ്ക്കാണ് നമ്മുടെയൊക്കെ അറിവുകൾ. അതല്ല, മോശയേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകന് ഇല്ല. മോശയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതിനുശേഷം പഴയതിൽ കർത്താവ് വന്നപ്പോൾ അതല്ല, കർത്താവ് ആണ് ഏറ്റവും പ്രധാനം അറിയിക്കുന്നത്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് അറിയണം. ഞാൻ പറഞ്ഞു, ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നൽകാന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ ആയിരുന്നു. ക്രിസ്തുവാകട്ടെ പുത്രനെ പോലെയും. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ. ക്രിസ്തു വസിക്കാൻ നമ്മുടെ ഹൃദയം സജ്ജമാക്കണം. നമ്മൾ സജ്ജമാണല്ലോ, പൊതുവെ സജ്ജമാണല്ലോ. അത് വൃത്തിയുള്ളതായിരിക്കണം, ശുദ്ധമുള്ളതായിരിക്കണം. സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും കർത്താവിന് ഇരിക്കാൻ യോഗ്യമായ ഒരു ഭവനമായി നമ്മൾ തീർക്കണം. കർത്താവിന് ഇരിക്കാൻ യോഗ്യമില്ലാത്തടത്ത് കർത്താവ് ഇരിക്കുകയല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. കർത്താവില്ലാതെ വരുന്നൊരു ഭവനത്തിൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി, ഭയങ്കര ദയനീയമാണ്. ആ അവസ്ഥകളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ കുറവുകൾ കൊണ്ട് തന്നെയാണ്. നമ്മുടെ പ്രവൃത്തിയുടെയും നമ്മുടെ സംസാരത്തിൻ്റെയും നമ്മുടെ ദേഷ്യപ്പെടലിൻ്റെയൊക്കെ ദേഷ്യമുള്ളിടത്ത് കർത്താവ് വസിക്കേയില്ല.
മാറിപ്പോവും. അങ്ങനെ പോകുമ്പോൾ കർത്താവ് മാറി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? സാത്താൻ കയറും. സാത്താൻ കയറിയുള്ള ആ വീടിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ പറയേ വേണ്ട. അടിയും ബഹളവും ചെറുത്താൻ്റെ പ്രവൃത്തി അത് തന്നെയാണല്ലോ. തമ്മിലടിപ്പിക്കുക, വഴക്കുണ്ടാക്കിക്കുക, ബഹളം ഉണ്ടാക്കിക്കുക, ഒരു യോജിപ്പില്ലാത്തൊരു അവസ്ഥ. ഇതൊക്കെയാണ്. കർത്താവ് ഉണ്ടെങ്കിലോ, കർത്താവ് ഇരിക്കുന്ന സമയത്ത്, കർത്താവുള്ള ഭവനത്തിൻ്റെ അവസ്ഥയോ നല്ല സഹകരണം, സ്നേഹം, ഒത്തൊരുമ, കുറ്റങ്ങളോ കുറവുകളോ കണ്ടുപിടിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ. നമുക്കതല്ലേ വേണ്ടത്? നമുക്കതാണ് ആവശ്യം. നമ്മൾ അവിടത്തേക്കാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ആ സന്തോഷം, നസ്രത്തിലെ കൊച്ചു കുടുംബം, അവിടെ എന്തെല്ലാം കുറവുകളുണ്ടായിരുന്നു, സന്തോഷം മാത്രം കൂടി ഇരുന്നൊരു ഭവനമായിരുന്നില്ലേ? സാത്താൻ വസിക്കുന്ന ഭവനത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. എന്നും ബഹളം, വഴക്ക്, അത് നമുക്ക് വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിന്ന് കർത്താവ് വസിക്കേണ്ട ആ ഭവനം ആത്മധൈര്യവും പ്രത്യാശമുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. നമ്മൾ അവിടുത്തെ ഭവനമായിരിക്കണം. ഹെബ്രയ 6 നിന്ന് തുടങ്ങണം കേട്ടോ. 3:6. ഈ വചനമൊക്കെ വായിച്ച് നമ്മൾ അതുപോലെയൊക്കെ നമ്മൾ ഒന്ന് വരാനൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭവനത്തിലും നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ കർത്താവിൻ്റെ ഭവനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതല്ലേ അതിൻ്റെ ശരിയും. നമ്മൾ ആ അറിവില്ലാതെ ആ പ്രായത്തിലും അല്ലെങ്കിൽ അറിവില്ലാതെ നമ്മൾ വചനം വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ ഇങ്ങനെ വായിച്ച് വെറുതെ അങ്ങ് തള്ളിക്കളയാതെ നമ്മളത് വായിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോരോ വചനം വായിക്കും. ഒത്തിരി ഒന്നും അങ്ങ് നീട്ടിപ്പിടിച്ച് വായിക്കണ്ട. കുറച്ചാൾ വായിക്കുന്നെങ്കിലും അത് എന്താണെന്ന് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതേപോലെ അങ്ങ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം, നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വസിക്കണം, നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. അതാണ് ക്രിസ്തീയ ഭവനം. അപ്പം നമ്മളത് അറിഞ്ഞ് മുന്നോട്ട് പോകണം. നമ്മൾ പിന്നെ നമ്മുടെ വീടിൻ്റെ ഭവനവും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാതെ, അല്ലെങ്കിൽ കലഹങ്ങളോ ബഹളോ വഴക്കങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാതെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതൊക്കെ ആവശ്യമില്ലാത്തതാണ്. അതിൻ്റെ കാരണങ്ങളാണ് കണ്ടുപിടിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഓർത്ത് വേണം നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ അത് തിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ അവൾ എന്നെ അത് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്നെ അത് പറഞ്ഞു, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ അത് പറഞ്ഞു, ചേച്ചി അത് പറഞ്ഞു, അപ്പൻ അറിഞ്ഞത്, അമ്മ പറഞ്ഞു എന്നും പറഞ്ഞ് പരസ്പരം പഴി ചേരാൻ നിൽക്കരുത്. ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക, ഒന്ന് താണു കൊടുക്കുക. ക്ഷമ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും സാത്താനിൽ നിന്ന് വരുന്നതാണ്. ഇത് രണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഭവനം. അത് വേണ്ടത് ഏത് വേണ്ടാത്തത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ ഭവനത്തിൽ ശുഭമായ പ്രത്യാശയുള്ള ഓരോരോ അവസ്ഥകൾ വന്നു ചേരും. പ്രത്യാശ വേണം നമുക്ക് ജീവിക്കാനുള്ള പ്രത്യാശ. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്ത്യ ഭവനത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ ക്രിസ്ത്യ ഭവനത്തിൽ അത് ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യങ്ങൾ. അത് നമ്മൾ ഒഴിവാക്കിയെടുത്ത് നമ്മൾ നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നവരെ ക്രമപ്പെടുത്തി പ്രാർത്ഥനയിലും യാചനയിലും എന്നും തമ്പുരാനോട് ഒട്ടി നിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പോരായ്മകൾ കുറവുകൾ നമ്മളത് പൊതുവെ ഒന്ന് ശോധന ചെയ്യണം. ഇങ്ങനെയാണോ, എന്തുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ? ഒപ്പത്തിനൊപ്പം വർത്താനം പറയാതെ മാതാപിതാക്കളോട് എന്നും ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഒട്ടുമില്ല. അവരെന്ത് പറഞ്ഞു അതിൻ്റെ അപ്പുറം അവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ അവർക്ക് അതിൽ കഴിഞ്ഞുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതാണ് ഏറ്റവും. വിദ്യാഭ്യാസം കുറച്ച് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർ നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതാണ് അവിടുത്തെ നീതി. അവിടെ അവർക്ക് ദൈവത്തിൻ്റെ വചനമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ഒന്നും അവരിൽ വില പോവുകയില്ല. ഒന്നും ഓർക്കണം മക്കളെ, നിങ്ങൾ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അളക്കരുത്. അത് ഭയങ്കര അപകടമാണ്. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അളക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത്. അത് ഭയങ്കര അപകടമാണ്. പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്നോർത്തും മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്നോർത്തും അവരിൽ തട്ടിക്കയറാൻ നിൽക്കരുത്. വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കളുടെ പണം കൊണ്ടാണ് നിങ്ങൾ വിദ്യ നേടിയത്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇത് നല്ല വിദ്യാഭ്യാസം നേടിയവരൊക്കെ ഒരു ജോലിയില്ലാണ്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കളെ ശമ്പളത്തിൽ ജീവിച്ചു പോകുന്നവരുണ്ട്. അവരുടെ കൂലിപ്പണിയുടെ ശമ്പളത്തിൽ ജീവിച്ചു പോകുന്ന കുട്ടികളാണ് കൂടുതലും. അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാലോ മാതാപിതാക്കൾ മൂലക്കിരുന്നോണം, ഇവരാണ് അവിടുത്തെ കാരണവന്മാർ. അത് പാടില്ല. അത് കഴിയുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളൊന്ന് മാറ്റിക്കളയണം. അത് തെറ്റാണ്, ദൈവത്തിന് ഹിതമല്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച 4 അക്ഷരം വായിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഉപകരിക്കുന്നു. അല്ലാതെ നിങ്ങളെ കൊണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
മനസ്സുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരിയാണോ തെറ്റാണോ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. ആ ഒരു 10-18 വയസ്സ് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന ജോലി നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞാൻ സാധാരണ എൻ്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള ജോലിയെ ഞാൻ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ചിരിക്കരുത്. വീട്ടിൽ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലി ആകുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ജോലി നിങ്ങൾ ചെയ്യണം. കാരണം വീട്ടിലേക്ക് 10 രൂപയ്ക്കുള്ള വരുമാനം നിങ്ങൾ സ്വയമേ കണ്ടെത്തണം. അവിടെ നിന്നുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിക്ക് ശ്രമിക്കാൻ പറ്റും. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്വന്തം വരുമാനം നിങ്ങൾ കണ്ടെത്താനും നോക്കണം. ഒന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ പോയി നിന്നാലും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സെയിൽസ്മാന് പണിയോ അല്ലെങ്കിൽ ഒരു കടയിലേക്ക് കയറി അത്യാവശ്യം നിങ്ങളുടെ വരുമാനം നിങ്ങൾ കണ്ടെത്തണം. പിന്നെ എനിക്കത് നാണക്കേടാണ്, എനിക്കത് കുറവുകളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. എനിക്ക് വിദ്യാഭ്യാസമാണ്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കൊണ്ടുതരുന്ന ആ നക്കാപ്പിച്ചയ്ക്ക് നിങ്ങൾ കൈനീട്ടി വീട്ടിരിക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. അത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളോട് പോയി പണിയെടുക്കുക, ഞാൻ പണിയെടുത്തിട്ട് വന്ന് തിന്നരുന്ന് പറയാനുള്ള വിഷമം അതുങ്ങൾക്കുണ്ട്. അത് ഏതൊരു മാതാപിതാക്കളുടെ സങ്കടകരമായ കാര്യങ്ങളാണ്. കൂലിപ്പണിയെടുത്ത് അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ? ഇല്ലല്ലോ. അത് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ടല്ലോ നിങ്ങൾ ഇതിനെ ഈ നക്കാപ്പച്ചും കൈ നീട്ടി ഈ ആഹാരം കഴിച്ച് നിങ്ങൾ വീട്ടിൽ കുത്തിരിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അധ്വാനിക്കണം, നമ്മൾ അധ്വാനിക്കണം. നമുക്ക് അവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ സ്വന്തം വരുമാനം നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും. വീട്ടിലതൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ടെസ്റ്റുകളൊക്കെ എഴുതി നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ എഴുതി നിങ്ങൾക്ക് മുന്നോട്ടാൻ പറ്റുകയും ചെയ്യും. ഇത് നിങ്ങൾ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങളത് ചെയ്യുകയും ചെയ്യണം. അവർക്കതൊരു താങ്ങും തണലുമായിരിക്കണം. നിങ്ങൾ എന്നും താങ്ങാൻ നിങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് താങ്ങാവണം. അല്ലാണ്ട് അവർക്ക് നിങ്ങൾ ഭാരമാവരുത്. ഞാനത് പറഞ്ഞ് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയുടെ കുറവുകൊണ്ടാണ് അങ്ങനെ തെറ്റായിട്ട് തോന്നുന്നത്. ചിലരത് അംഗീകരിക്കില്ല. ഞാനിത് പറഞ്ഞു കൊടുത്തവർ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അവർക്കത് ഇഷ്ടപ്പെടാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് മനസ്സിലായ കാര്യങ്ങളാണ്. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അധ്വാനം ജീവിക്കാൻ പഠിക്കണം. സമ്പത്തുള്ള കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ മാതാപിതാക്കൾ പിന്നെ കൈനീട്ടാൻ നിൽക്കരുത്. ജോലി കിട്ടിയില്ല എന്നോർത്ത് ആ ജോലി കിട്ടുന്നതിന് വരെ ടെസ്റ്റ് എഴുതി രാവിലെ വീട്ടിൽ ടെസ്റ്റിനാണെന്നും പരീക്ഷയ്ക്കാണെന്നും ഇതിനാണെന്നും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വെറും കൈയോടെ വീട്ടിൽ വന്ന് കയറാൻ ഇടയാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിധി ആ ജീവിതത്തിനനുസരിച്ച് ജോലി എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ പഠിച്ച് നിങ്ങളെ ജോലി എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ ജോലിയിലേക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിന് വരെ നിങ്ങൾ ശ്രമിക്കണം. അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും അതൊരു മാതൃകയായിരിക്കണം. അങ്ങനെ വേണം കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ശ്രദ്ധിക്കണം മക്കളെ. അങ്ങനെയൊക്കെ വേണം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാനും ഒക്കെ നമുക്കതൊരു നല്ല ഇതായിരിക്കണം. നല്ലൊരു ലക്ഷ്യബോധത്തോടെ വേണം മുന്നോട്ട് പോകാൻ. ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ല, ഞാൻ പരീക്ഷ എഴുതി, എനിക്കൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയുമോ? നമ്മുടെ ഹൃദയകാഠിന്യം. ഇത് കർത്താവ് അറിയുന്നുണ്ടല്ലോ. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും വസിക്കുന്ന കർത്താവ് ഇത് അറിയുന്നുണ്ടല്ലോ. നിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചേ നിന്നോട് പ്രവർത്തിക്കുള്ളൂ. അത് നീ കണ്ടെത്തണം. നീ കണ്ടെത്തുവാണെങ്കിൽ നിന്റെ ശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. അത് നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകും. ഒരിക്കലും ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിഷമിക്കാൻ പാടില്ല. അവരിപ്പോൾ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത്രയും പഠിച്ചത്. അവരെന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് പഠിക്കാനുള്ള കാശ് സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സ്വയം കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ആർക്കും സാധിക്കില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ പഠിച്ച് അവരുടെ നിലയിലേക്ക് എത്തുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയും? അവർക്കതൊന്നും സമ്പാദിക്കാൻ കഴിയില്ല. അപ്പോൾ മാതാപിതാക്കളാണ് നമുക്ക് ഈ വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ അവരോട് നമ്മൾക്ക് എന്നും ഈ ബഹുമാനം ഉണ്ടായിരിക്കണം. അവർ കുടുംബകാര്യങ്ങൾ നോക്കണം, അവരവരുടെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. വീട്ടിൽ വേണ്ടത്ര വരുമാനമില്ല. അവരപ്പോൾ ആ സ്റ്റേജെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ എന്തോ ഒരു അവസ്ഥയിൽ അവർ കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയുമോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പെട്ടാൽ എൻ്റെ മക്കൾ പഠിച്ച് നിലയിൽ കഴിഞ്ഞ് എനിക്കൊരു ഒന്ന് വിശ്രമിക്കാം, എനിക്കൊരു ആശ്വാസമാകും. എൻ്റെ മക്കൾ ഞങ്ങളെ നോക്കും, അവർക്കൊരു ജോലി ആയി ശമ്പളമായി കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഭാരങ്ങളൊക്കെ മാറും, എൻ്റെ കഷ്ടപ്പാടുകൾ മാറും എന്നുള്ള പ്രതീക്ഷ വെച്ച് അവർ ഈ ഭാരം മുഴുവനും വഹിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ മനസ്സിടിയും, അവരുടെ സങ്കടമായിരിക്കും അവർക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ എന്തെങ്കിലും ജോലി, ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണല്ലോ. കമ്പ്യൂട്ടർ പഠിക്കാതെ ആരുമില്ല.
കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാം. അല്ലെങ്കിൽ അവർക്ക് അതൊരു 6 മാസം പോയി കഴിഞ്ഞാൽ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറി, ഇപ്പോഴൊക്കെ സൂപ്പർ മാർക്കറ്റ് കൂണ് പോലെ മുളച്ചു വരുന്ന കാലമാണ്. അപ്പം പിന്നെ പിന്നെ നല്ല ഈ ഷോപ്പുകളൊക്കെ, ടെക്സ്റ്റൈൽസുകളിൽ, സ്വർണ്ണക്കടകളിൽ, അങ്ങനെ നല്ല കുറച്ച് നല്ല 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 കടകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഈ കോഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ അതൊക്കെ 6 മാസത്തേക്കേ ഉള്ളൂ. 6 മാസം വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറാം. അങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ കഴിയും. ചുരുങ്ങിയത് ഒരു 10,000 രൂപ ശമ്പളം കിട്ടും. ഒരു 8,000, 10,000 രൂപ ഇങ്ങനെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവും കഴിച്ചാൽ, ഇപ്പോഴും മൊബൈലില്ലാത്ത ആരും ഇല്ലല്ലോ. നിങ്ങളുടെ മൊബൈൽ ചിലവിലേക്ക് റീചാർജ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സ്വന്തം പൈസ വേണ്ടേ? ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും മാതാപിതാക്കളുടെ മുന്നിൽ നിങ്ങൾ കൈ നീട്ടണ്ടേ? അപ്പം നിങ്ങളുടെ സ്വന്തം വരുമാനം കണ്ടെത്തി നിങ്ങൾക്ക് ഈ ശമ്പളമായി അത് വീട്ടുകാർക്ക് ഒരു 1,000 രൂപയോ ഒരു 2,000 രൂപയോ ഒന്ന് റേഷൻ കടയിൽ പോകാൻ, ഒന്ന് കടകളിൽ പോകാൻ, അല്ലെങ്കിൽ ഒരു മാവൽ സ്റ്റോറിൽ കുറച്ച് സാധനം വാങ്ങാൻ നിങ്ങളിൽ നിന്ന് 2,000, 3,000 രൂപ അത് കിട്ടുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ആശ്വാസം എത്ര ഭയങ്കരമാണെന്നറിയാവോ? അതുങ്ങളുടെ മനസ്സിൽ നല്ലൊരു വേനലൊരു കുളിർമഴ പെയ്യുന്ന ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. ദൈവം എൻ്റെ മകനെ കൊണ്ട്, എൻ്റെ മകളെ കൊണ്ട് എനിക്ക് ഇത്രയൊരു ആശ്വാസം ഉണ്ടായല്ലോ എന്നത് ഓർക്കാൻ ആശ്വസിക്കും. സമാധാനത്തോടെ നിങ്ങൾ കിടന്നുറങ്ങും അന്നൊരു രാത്രിയെങ്കിലും. അല്ലെങ്കിൽ നീറുന്ന മനസ്സുമായിട്ട് അതൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ അതുങ്ങളൊക്കെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ ജോലി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് എഴുതാനും നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും പഠിക്കാനൊക്കെ നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെയുണ്ട്. അപ്പം നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നല്ല ഒന്ന് ബില്ലടിക്കാൻ പോയാൽ മതിയല്ലോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ കയറി തന്നെ ശമ്പളം കിട്ടുമല്ലോ. നല്ല പൈസയാ. അങ്ങനെയൊക്കെ കയറി നിങ്ങളൊന്ന് ജോലിയൊക്കെ ചെയ്ത് നോക്കിയേ. അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു തുമ്പ പിടിക്കാനോ ഒരു പേന പിടിക്കാനോ ഒരു കത്തിയെടുക്കാനോ ഒന്നും നിങ്ങൾ നമ്മൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പച്ചക്കൃഷി ചെയ്യുക. ഞാനത് ചെയ്യല്ല. എനിക്ക് പേര് കൊണ്ടാണ് ഞാൻ പാടിപ്പോന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. മാതാപിതാക്കൾ പാടിയതുകൊണ്ടാണ് നീ ഇങ്ങനെ പച്ചപ്പിടിച്ചിരിക്കുന്നത്. നീ പാടിപ്പോകുന്നുമില്ല. അങ്ങനെ വെയിലത്ത് പാടുന്ന ഇതൊന്നും അല്ല നമ്മൾ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു പോയാൽ നമ്മുടെ കുടുംബം പച്ച പിടിക്കും. ഒരു കുടുംബത്തിൽ 2, 3 പിള്ളേരൊക്കെ ഉള്ള കുടുംബങ്ങൾ, 4 മക്കളൊക്കെ ഉള്ള, 5 മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ പഠിച്ചിങ്ങനെ ഒന്നും ഒരു പണിയെടുക്കാതെ ഈ എല്ലും തോലും തേഞ്ഞ് ഈ മാതാപിതാക്കൾ പണിയെടുത്തുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ആ ആഹാരം കഴിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. 4 മക്കളുള്ള വീട്ടിൽ, 5 മക്കൾ ഉള്ള വീട്ടിൽ, 3 മക്കളുള്ള വീട്ടിൽ അവർക്ക് 3 പേർക്കും 4 പേർക്കോ 4 ഫോണുണ്ടെങ്കിൽ ആ 4 ഫോണിൽ റീചാർജ് ചെയ്യുന്ന രൂപ എത്ര വേണം? അത് നിങ്ങൾ പണിയെടുത്ത പൈസ വേണ്ടേ? അതൊക്കെ കിട്ടാൻ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരികയല്ലേ? ഞാൻ എൻ്റെ ഫോണിൽ പൈസ ഇല്ല, എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്തിട്ടില്ല, അവളുടെ ചെയ്തു കൊടുത്തു, ഇവിടെ ചെയ്തു കൊടുത്തു. ഇത് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അത് കൊടുക്കാതിരിക്കും അതുങ്ങൾ കടം മേടിക്കും. അവിടുന്ന് കടം മേടിച്ചു, ഇവിടുന്നും കടം മേടിച്ചു. ഏറ്റവും കൂട്ടിമേടിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന അതുങ്ങളുടെ ഒരു അവസ്ഥ. മേടിച്ചെടുത്ത് കൊടുക്കാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥ. മക്കളോട് പറഞ്ഞാൽ അതുങ്ങൾക്ക് അത് മനസ്സിലാകാതെ വരുന്നൊരവസ്ഥ. അതുങ്ങൾ വട്ട് പിടിച്ചു പോകും. അങ്ങനെയൊന്നും കുട്ടികൾ ചെയ്യാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കുക. സ്വന്തം വരുമാനം കണ്ടെത്തണം. ഞാൻ പഠിച്ച കോഴ്സിനെ ഞാൻ ജോലി ചെയ്യുള്ളൂ, ഞാൻ പഠിച്ച ജോലിയെ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ പഠിച്ച പരീക്ഷ ഞാൻ എഴുതുള്ളൂ എന്നുള്ള വാശി വേണ്ട. അതെല്ലാം കളഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണം. ഇപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ സാധിക്കും. ബില്ലടിക്കാൻ കയറിയാൽ മതി, ഓരോ ഷോപ്പുകളിൽ സെയിൽസിന് കയറിയാൽ മതി. സ്വന്തം വരുമാനം കണ്ടെത്താൻ പറ്റും. അത് നാണക്കേടായിട്ട് കുറച്ചിലായിട്ട് തോന്നരുത്. നിന്നെ കാണുന്ന നിന്റെ ദൈവം നിനക്ക് തക്കതായ പ്രതിഫലം തരും. നിന്റെ ഹൃദയം ഒരുങ്ങുന്നത് കാണുന്ന ദൈവം നമുക്ക് ചിന്തിക്കാം, ഈ ദൈവമേ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇന്നൊരു സെയിൽസ് ആണല്ലോ, അല്ലെ വെറും നക്കാപ്പിച്ചിട്ട് ഞാനൊരു ബില്ലടിക്കാൻ കയറി, ഞാനൊരു ബില്ലടിക്കുവാണല്ലോ ചെയ്യുന്നത് എന്ന് നീ മനസ്സ് ഒരുക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്ത് ജോലി ആഗ്രഹിച്ചോ അതിലും ഉയർന്ന ജോലി നിനക്ക് തമ്പുരാൻ തരും. 1, 2 വർഷം, 2, 3 വർഷം, അതൊരു വർഷമേ അല്ല. ചുമ്മാ അത് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ? ചുമ്മാ അത് വീട്ടിലിരുന്ന മാതാപിതാക്കളുടെ പിന്നെ ഈ 10 രൂപ കഴിഞ്ഞിട്ടുള്ള ഭേദമല്ലേ? അവരുടെ സങ്കടപ്പെടുന്ന മുഖം കാണുന്നത്, അവരുടെ ദേഷ്യപ്പെടുന്ന മുഖം കാണുന്നതിനേക്കാളും ഭേദമല്ലേ? മക്കളൊന്നും ചിന്തിച്ച് നോക്കിക്കേ, എത്ര സന്തോഷകരമായ ജീവിതം അത്. നിങ്ങൾ ഇനിയാണേലും അതങ്ങനെ ചെയ്യണം. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വളർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഭാരങ്ങൾ പകുതിയും കുറഞ്ഞു കിട്ടും. നിങ്ങൾക്കത് ആശ്വാസമായിരിക്കും. ഒരു പനി വന്നാൽ, ഒരു അസുഖം വന്നാൽ, ഒരു കാലുവേദന വന്നാൽ, ഇപ്പോഴാണെങ്കിൽ തൊട്ടേനെ പിടിച്ചതിന് എല്ലാ അസുഖമാണ്. നട്ടുവേദന, കാലുവേദന, മുട്ടുവേദന, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ആടിയാണ് രാവിലെയൊക്കെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നത്. നിൽക്കാൻ പറ്റുന്നില്ല, ആരോഗ്യ ക്ഷീണം കൊണ്ട് തകർച്ചയാണ്, വിഷമങ്ങളാണ്, വേദനകളാണ്. എന്നാലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ? അതുങ്ങൾ ഏന്തി വലിഞ്ഞ ആ പോക്ക്. അപ്പോൾ ഒരു ദിവസം പോകാതിരുന്നാൽ ഒന്നുമില്ലെങ്കിൽ സാരമില്ല, കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടല്ലോ, അതൊരു നമുക്കൊരാശ്വാസമാണല്ലോ. ആ കുട്ടി പണിയെടുക്കുന്നുണ്ടല്ലോ, ഈ കുട്ടി പണിയെടുക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സഹായിക്കുമല്ലോ, ഇന്നൊരു ദിവസം ലീവ് എടുക്കുക എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും.
നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ മുന്നോട്ട് വേണം പഠിപ്പിക്കുക. ഇത് ഇവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പോവണ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാവും. അവർക്ക് മനസ്സിലാകാതിരിക്കുകയില്ല. അവരതൊക്കെ ചെയ്യട്ടെ, ചെയ്ത് പഠിക്കട്ടെ. അപ്പം അവരുടെ ജോലി കിട്ടുന്നതിന് വരെയുള്ള അവർക്കതൊരു ആശ്വാസം അല്ലേ? നല്ല കാര്യമല്ലേ ഇതൊക്കെ? ഒന്ന് ആത്മാർത്ഥം വെച്ച് ചിന്തിച്ച് നോക്കിക്കേ. ഇത് നല്ല കാര്യമാണേ. നമുക്കത് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, സാധിക്കാവുന്നതേ ഉള്ളൂ. യൂസപിതാവൊക്കെ കൂലിപ്പണി ആശാരിപ്പണിക്കൊക്കെ എടുക്കുമ്പോൾ ഈശോയെ അവരുടെ കൂടെ നിന്ന് പണിയെടുത്തെന്നാണ് പറയുന്നത് കേട്ടെ. ഈശോയുടെ ബാല്യകാലം ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളികളിലൊക്കെ പ്രസംഗങ്ങളിലൊക്കെ കൂലിപ്പണി എടുക്കാം. 30 വയസ്സം വരെ ജീവിച്ചല്ലോ. അപ്പം അറിയപ്പെടാനൊന്നും പോയിട്ടിരുന്നല്ലോ കർത്താവ്. 3 വർഷമല്ലേ കർത്താവ് അറിയപ്പെട്ടിരുന്നുള്ളൂ. അതിന് മുമ്പ് ജീവിച്ചത് വെറുതെ തിന്നു കുടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നില്ല കർത്താവ് ചെയ്തെന്ന്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് സത്യവും. അപ്പോൾ കർത്താവ് നല്ല വേലകളൊക്കെ ചെയ്തു. കൂലിപ്പണിയാണെങ്കിൽ കൂലിപ്പണിക്ക് എന്താണ് കുറവ്? നല്ല ശമ്പളമല്ലേ, നല്ല പൈസയല്ലേ. അപ്പം നമ്മളതൊക്കെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ നല്ല വിശുദ്ധരായി ജീവിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് നമ്മൾ വിശുദ്ധരായിരിക്കണം. എബ്രായർ 4 വരെ ഞാൻ 1 മുതൽ 4 വരെ ഒന്ന് കുറച്ച് വായിക്കാം. അവിടെ നിന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ഭയപ്പെടുന്നു. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. ആർക്കെന്നതുപോലെ? ഈജിപ്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ കടത്തിക്കൊണ്ട് വന്നില്ലേ അവിടെ നിന്ന്. അപ്പം ആ 40 വർഷം അവരെ മരുഭൂമിയിൽ അലഞ്ഞു നടന്നില്ലേ. അപ്പം അവർ കർത്താവിനോട് പിറുപിറുത്തു. അതിലെത്ര പേരതിന് കാനാൻ ദേശത്ത് പ്രവേശിച്ചവർ? അവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവർക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. അന്നൊക്കെ ചെറിയൊരു കഷ്ടത അവർ സഹിച്ചിരുന്നെങ്കിൽ, കർത്താവിനോട് പിറുപിറുക്കാതിരുന്നിരുന്നെങ്കിൽ, അവിടെ കള്ളത്തരങ്ങൾ കാണിക്കാതിരുന്നിരുന്നെങ്കിൽ അവരെല്ലാവരും ഒരു കേടുകൂടാതെ പ്രവേശിക്കുമായിരുന്നു. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വെറും വചനമായിരുന്നില്ല, കർത്താവ് കൂടെ നിൽക്കുകയായിരുന്നു. കർത്താവിൻ്റെ സ്വരം കേൾക്കുകയായിരുന്നു അവർക്കത് പ്രയോജനപ്പെട്ടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അത് അത്ര നേരം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വാടിപ്പോകുന്നവർ, കഷ്ടത വരുമ്പോൾ വാടിപ്പോകുന്നു. കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരിൽ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു. നമ്മളോ ആ 7-ാം ദിവസം വരെ 1 മുതൽ 7 വരെ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. എന്താണ് കഷ്ടത? എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ ആ കർത്താവില്ല, അവിടെയില്ല, ഇവിടെയില്ല, നമുക്ക് അങ്ങനെയാ, നമുക്ക് ഇങ്ങനെയാ. കർത്താവ് എന്തിനാണ് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എനിക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒത്തിരി വന്നപ്പോൾ എനിക്ക് നിന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളെ കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതുപോലെ അനുഭവിക്കണം. അതുപോലെ കർത്താവിനോട് കൂടെ ആയിരുന്നാൽ പിന്നെ നമ്മുടെ കഷ്ടതകളൊന്നുമല്ല. അവിടെ വരെ എത്താൻ വരുന്ന പാട് ചില്ലറിയൊന്നുമല്ല. നമുക്ക് നാളെ ക്ലാസ്സിലേക്ക് വരാം. അപ്പം ഇന്നത്തെ നമ്മുടെ വചനം ഇവിടെ പൂർത്തിയാകുകയാണ്. മാതാപിതാക്കളെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മക്കളെ മാതാപിതാക്കളെ അനുസരിക്കണം. ചേച്ചി പറഞ്ഞത് എല്ലാവരും കേൾക്കാൻ താല്പര്യപ്പെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. മക്കളെന്നും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു 10 കുടുംബം ഉണ്ടായെങ്കിൽ ആ കുടുംബത്തിൽ ആ 10 കുടുംബം ഇരിക്കുന്ന ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ആ 10 കുടുംബം വസിക്കുന്ന ആ ദേശം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അവിടെ ഇറങ്ങി വരും. അവിടെ ഒരു സാത്താനും ഇടം ഉണ്ടാവുകയില്ല. അവരൊക്കെ തമ്മിൽ ആട്ടിപ്പായിച്ചുകൊള്ളും. നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. ഒരു പ്രകൃതിക്ഷോഭം പോലും ആ ദേശത്തുണ്ടാവുകയാണെന്ന് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. അത്ര
അത്ര ശക്തമാണ് തമ്പുരാൻ. കർത്താവിൻ്റെ ഹിതം പോലെ മുന്നോട്ട് പോയാൽ, അവിടുന്ന് കാണിച്ചിരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോയാൽ ശുഭമാണ് നമ്മുടെ ജീവിതം. കുറ്റങ്ങളും കുറവുകളും എന്നൊക്കെ എടുത്ത് ദൂരെ കളയുന്നത് പോട്ടെ, അതൊന്നും വേണ്ട നമുക്ക്. നമുക്ക് വീണ്ടും നാളെ കാണാം. എൻ്റെ വചനം നിങ്ങൾക്ക് ശുഭമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ വസിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങൾ ഏറ്റുപറയണം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സങ്കടവും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നമ്മുടെ ഈ വചനം ഇന്നിവിടെ ഞാൻ പൂർത്തിയാക്കുകയാണ്. ചേച്ചി എനിക്കൊരു ലൈക്കൊക്കെ തന്ന് സഹായിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം. ലൈക്ക് അടിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കൊന്നുമില്ല. എൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ മതി. അത് മതി, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ പിതാവായ ദൈവത്തിന് നമുക്ക് ഒരു മിനിറ്റ് കണ്ണു കാണിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് എൻ്റെ വചനം ഞാൻ എൻ്റെ നല്ല സഹോദരങ്ങൾക്കും എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും അവർക്ക് ഞാൻ എൻ്റെ വചനം ഞാൻ അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നാഥ. കർത്താവെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ കേൾക്കും. അവരവരുടെ ഭവനങ്ങൾക്ക് ശുഭമായിരിക്കുവാൻ കർത്താവെ നീ അവരെ സഹായിക്കണമേ. നിന്റെ ശക്തമായ കാര്യം അവർക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഭവനമായി തീരട്ടെ. അവരുടെ ഹൃദയങ്ങളും അവരുടെ ഭവനവും അങ്ങ് വസിക്കുന്ന ഭവനമായി തീരട്ടെ. കർത്താവെ, പിതാവായ ദൈവമേ, നീ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. പരിശുദ്ധനായ മിശിഹ തമ്പുരാനെ, അവർക്കെന്നും താങ്ങും തണലുമായി കൂടെ നിൽക്കണമേ. പരിശുദ്ധാത്മാവേ, അവർക്കെന്നും വഴികാട്ടിയായിരിക്കണമേ. എന്നും എന്നും ആ മക്കൾക്ക് താങ്ങും തണലുമായി ആ ഭവനങ്ങളിലും കൂലിവേല ചെയ്യുന്ന ആ ഭവനങ്ങളിലെല്ലാം കർത്താവിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ദൈവമായി, ഞങ്ങളുടെ സുഹൃത്തായി, ഞങ്ങളുടെ സഹോദരനായി, ഞങ്ങളുടെ സഹചരിയായി എല്ലാം ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവായി യേശുമിശിഹായെടുത്ത് നമ്മൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വീണ്ടും നാളെ കാണാം.